അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾ. ആക്ച്വലി നിങ്ങൾക്ക് ഈ വരുന്ന ഓണം എക്സാമിന് ഷുവറായിട്ടും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾ. കാരണം നമ്മൾ ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഈ വരുന്ന ഓണം എക്സാമിൻ്റെ ഒരു NCERT നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ആക്ച്വലി ഓൾറെഡി നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾ എന്നത് നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിളും ചെയ്തിരിക്കണം. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് അടിപൊളിയാക്കണം. ഇതുപോലത്തെ ധാരാളം ഡിസ്കോഴ്സുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് കംപ്ലീറ്റ് നമ്മൾ ഈ വരുന്ന മെഗാ മാരത്തോണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. മിസ് ചെയ്യരുത്, അടിപൊളിയാക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾ എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാണ് ആക്ച്വലി അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആൻ അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾ ഈസ് എ ഷോർട്ട് ക്യാച്ചി ഫ്രേസ് ഓർ സോങ്. അതായത് സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നതെന്ന് ആലോചിച്ച് നോക്കാം. ഡു നത്തിങ്. ഡു നത്തിങ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നില്ലേ? യെസ്, 5 സ്റ്റാർ വന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചില ഏതെങ്കിലും ട്യൂണ് കേൾക്കുമ്പോൾ, സോങ് കേൾക്കുന്ന സമയത്ത്, അതായത് അടുത്തു വാ, പാട്ട് അത്ര രസം ഉണ്ടാവില്ല, അടുത്ത് വന്നാട്ടെ, ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് ക്ലോസപ്പ് ഓർമ്മ വന്നിട്ടുണ്ടോ? ഇതുപോലെ എന്തെങ്കിലും ഫ്രേസോ സോങ്സോ ഒക്കെയാണ്, അല്ലെങ്കിൽ മ്യൂസിക്കോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പിന്നൊന്നുണ്ട്, കേരളം കണി കണ്ടുണരുന്ന നന്മ. യെസ്, മിൽമ. ഓക്കെ, അതുപോലത്തെ ഫ്രേസസിനാണ് അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോങ്. നമുക്കിവിടെ ഫ്രേസസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ എക്സാമിൽ വരും, കാരണം അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുന്നു. അതുപോലെ ഒരു പ്രൊഡക്റ്റിനെയോ ഒരു സർവീസിനെയോ ഒരു ബ്രാൻഡിനെയോ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാച്ചി ഫ്രേസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെർവ് വിത്ത് കെയർ, ബോൾ ആൻഡ് പ്ലേറ്റ്സ് ലവ് ദ എർത്ത്. ഒരു എക്സാമ്പിളാണ്. നമ്മൾ ബോൾ ഇൻഡസ്ട്രീസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു നമ്മുടെ കവുങ്ങിൻ്റെ ഒക്കെ ആ ഒരു വേസ്റ്റായി പോകുന്ന ആ ഒരു പാള എന്ന് പറയും നമ്മുടെ നാട്ടിൽ, അതിൽ നിന്നൊക്കെ നമ്മളെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ പ്ലേറ്റും ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനാണ് നിങ്ങളോട് അഡ്വർടൈസ്മെൻറ്റ് എഴുതാൻ പറഞ്ഞത്, അല്ലെ അഡ്വർടൈസ്മെൻറ്റ് ജിങ്കിൾ ചെയ്യാൻ പറഞ്ഞത്. അതിൻ്റെ ആൻസേഴ്സ് ആണ് 7 കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് 2-3 എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ തയ്യാറായിരിക്കണം. നോക്കാം. നേച്ചേഴ്സ് ടച്ച് ഓൺ എവറി പ്ലേറ്റ്, ബോളൻ മേക്സ് ഇറ്റ് ഗ്രേറ്റ്. Go green, go Boland, because the earth matters. From leaves to life, Boland keeps it natural. Eco-friendly, earth's happy, that's a Boland way. Eat, enjoy and let nature handle the rest with Boland. Your meal's best friend, Boland plates, earth's approved. ഇതൊക്കെ എൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റിയിൽ നിന്ന് വന്നതാണ്. ഇതുപോലെ നിങ്ങൾക്കും കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഏതായിരിക്കും ഇനി അടുത്ത എക്സാമിൽ, അല്ലെങ്കിൽ ഇനി വരുന്ന ഓണം എക്സാമിൽ ഏത് പ്രൊഡക്റ്റിനായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ സപ്പോസ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ കമൻറ്റ് ബോക്സ് ചെയ്യുക. ഇതുപോലത്തെ ധാരാളം വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക. നമുക്ക് അടിപൊളിയായിട്ട് മെഗാ മാരത്തോണിൽ ബാക്കി ഡിസ്കോഴ്സ് കൂടി സെറ്റാക്കാം.